നമസ്കാരം. ഞാൻ ഡോക്ടർ അനിത് ജോസഫ് കെ. ഞാൻ എറണാകുളം ജനറൽ ആശുപത്രിയിലെ പീഡിയാട്രിക് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്ന ആദ്യത്തെ ദിവസം മുതൽ ആ കുട്ടിക്കുണ്ടാകുന്ന എല്ലാ ഓപ്പറേഷൻ ചെയ്യേണ്ട അസുഖങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാരാണ് പീഡിയാട്രിക് സർജന്മാർ. അതായത് ജനിച്ച ആദ്യത്തെ ദിവസം തുടങ്ങിയ ആദ്യത്തെ ഒരു മാസത്തേക്ക് ഓപ്പറേഷൻ ചെയ്യുന്നതിനെ നമ്മൾ നിയോനറ്റൽ സർജറി എന്ന് പറയാറുണ്ട്. ചില സമയത്ത് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ, അതായത് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത്, ഭ്രൂണമായിരിക്കുന്ന സമയത്ത് തന്നെ ചില അസുഖങ്ങൾക്ക് ചുരുക്കമായിട്ട് ചില ഓപ്പറേഷനുകൾ ആവശ്യം വരാറുണ്ട്. അത്തരം ഓപ്പറേഷനുകളും ചെയ്യുന്നത് പീഡിയാട്രിക് സർജന്മാരാണ്. അങ്ങനെയുള്ള ഓപ്പറേഷനുകളെ നമ്മൾ ഫീറ്റൽ സർജറി എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, കുട്ടികളുടെ ഉദര സംബന്ധമായ രോഗങ്ങൾ, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ പീഡിയാട്രിക് യൂറോളജി എന്ന് പറയും. പിന്നെ ട്യൂമേഴ്സ്, പീഡിയാട്രിക് ട്യൂമേഴ്സ്, അതുപോലെ പീഡിയാട്രിക് പ്ലാസ്റ്റിക് സർജറി, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി രോഗങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യുന്നത് പീഡിയാട്രിക് സർജന്മാരാണ്. പൊതുവേ നമ്മുടെ സമൂഹത്തിലൊരു ധാരണയാണ് ഈ പീഡിയാട്രിക് സർജൻ എന്ന് പറയുന്നത് അഡൽട്ട് സർജൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണെന്ന്. പക്ഷേ അത് വെറും ഒരു തെറ്റിദ്ധാരണയാണ്. വളരെ ചുരുക്കം ചില രോഗങ്ങൾക്ക്, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഹെർണിയ അല്ലെങ്കിൽ അപ്പൻഡിക്സ്, അത്തരം രോഗങ്ങൾക്ക് ഒരു ഓവർലാപ്പ് ചിലപ്പോൾ കാണാറുണ്ട്. എങ്കിലും അഡൽട്ടിൽ ചെയ്യുന്നതും പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ ചെയ്യുന്നതും സർജറികൾ വ്യത്യസ്തമാണ്. അങ്ങനെ ഒരു ഓവർലാപ്പ് കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുള്ളത്. പക്ഷേ കുട്ടികളുടെ വേണ്ടി ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാർ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പഠിച്ച് സ്പെഷ്യലൈസ് ചെയ്ത പ്രത്യേകം ഡോക്ടർമാരാണ് പീഡിയാട്രിക് സർജന്മാർ. പീഡിയാട്രിക് സർജന്മാർ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലാണ്. പിന്നെ ചില വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും അവരുടെ സേവനം ലഭ്യമാണ്. ഹെൽത്ത് സർവീസസിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ഇതിൻ്റെ സേവനം ലഭ്യമായിട്ടുള്ളത്. അതായത് കുട്ടികളുടെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേക ഉപകരണങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പം അത്തരം സജ്ജീകരണങ്ങൾ ഉള്ള ആശുപത്രികളിലാണ് പീഡിയാട്രിക് സർജന്മാരുടെ സേവനം ലഭ്യമായിട്ടുള്ളത്.